സാക്ഷിയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുവരെയ്ക്ക് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം സ്വീകരിച്ചു. ഡോക്യുമെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ സാധനം എല്ലാം കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. പിന്നെ ഇനി ഷിബുവിൻ്റെ കൂടെ അവൻ്റെ സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ്റെ കുറച്ച് മൊഴി ബാക്കിയുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും. എനിക്ക് സംശയങ്ങളും ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മൊഴിയായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയം നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ കൊലപാതക സാധ്യത എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അല്ല, നമുക്കതിപ്പം CBIയോട് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിൽ നമ്മൾ ആദ്യമേ പോലീസിനോട് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്, കൊലപാതകമാണ്, ഇത് ശരിയാക്കണം. അപ്പം നമ്മുടെ ഡൗട്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ അന്വേഷിക്കാൻ പോയത്. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത് എൻ്റെ ഡൗട്ട് അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ചോദിച്ചതിന് വല്ല മറുപടി എനിക്കുള്ള എന്തൊക്കെ ഡൗട്ട്, എൻ്റെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട്, അല്ലെങ്കിൽ ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കൊടുക്കേണ്ട എല്ലാ രീതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ CBIയോടൊന്നും പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങളൊന്നും അവർ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. അതൊക്കെ അവർ രാഷ്ട്രീയക്കാർ അവരെ കയ്യിൽ നടക്കട്ടെ. CBI എന്ന് പറയുമ്പോൾ അവരുടെ അന്വേഷണം വേറെ അല്ലേ. അതൊന്നും ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങ് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഈ ഡീനിൻ്റെ പങ്ക്, ഒപ്പം തന്നെ അക്ഷയുടെ പേര് പലപ്പോഴായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതല്ല, അതാണ് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് സംശയം എന്തൊക്കെ ഉണ്ട്, ആരോടൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാം എനിക്കിപ്പോൾ അതാണ് പറഞ്ഞത്, എനിക്ക് ആരൊക്കെ പേരുണ്ട് ഏതൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് പോലീസ് അന്വേഷണമല്ല, CBI അന്വേഷണമാണ്. അപ്പോൾ അതിൻ്റേതായ സീക്രട്ട് നമ്മളും കാത്തു സൂക്ഷിക്കണം. ശരിക്കും അത് നമുക്ക് പറയണത് ഇപ്പോൾ ശരിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ ഏതിലൊക്കെ പറയുന്നു അതിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നു. അല്ല സെപ്പറേറ്റ് ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, അതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഇതുവരെയ്ക്കുള്ളതും ഇനിയുള്ള സംശയങ്ങളും തുറന്ന് പറയാൻ പറഞ്ഞു. അത് നമുക്ക് തുറന്ന് പറയുന്നതിന് കുഴപ്പമില്ല. CBI FIR-ൽ 20-ൽ കൂടുതൽ പ്രതികളുടെ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതികളുണ്ടെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടോ? അല്ല, ആ സംശയം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പോലീസിനോട് തന്നെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ചാനലിനോട് തന്നെ പറഞ്ഞു കൂടുതൽ ആൾക്കാർ വരും. പക്ഷെ അത് ഞാനിപ്പോൾ CBIയോട് പറഞ്ഞിട്ടില്ല, അത് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് അവർ കണ്ടുപിടിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഏകദേശം 10-30ഓളം പേരുണ്ട്. 20 പേരാക്കിയിട്ട് പോലീസ് അങ്ങ് മതിയാക്കി വെച്ചു. എന്തുകൊണ്ട് മതിയാക്കി വെച്ചെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആരുടെ സമ്മർദ്ദം കൊണ്ട് മതിയാക്കി വെച്ചെന്ന് എനിക്കറിയില്ല. അപ്പം ഇപ്പം CBIയോട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞങ്ങ് ചെയ്യേണ്ട ആൾക്കാരല്ല അവർ. നമ്മൾ ഒരു കാര്യവും പറയേണ്ട. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാനുള്ള മൊഴി മാത്രം കൊടുത്താൽ മതി, അവർ കണ്ടുപിടിച്ചോളും. അതുകൊണ്ട് ഇനി എത്ര പേരുണ്ട്, ഇനി ഇത്ര പേരുണ്ട്, അതൊന്നും CBIയോട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഞാൻ പറയേണ്ട പോലീസിനോടും ആദ്യത്തെ ലിസ്റ്റ് ഇത് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആൾക്കാർ കാണുമായിരിക്കും. ഈ പറഞ്ഞ ഒരുപാട് പേരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെയൊന്നും അവർ തൊട്ടിട്ടില്ല മുമ്പ്. അതുകൊണ്ട് ഇനി അവരൊക്കെ കൊണ്ട് അവരെ തൊട്ടിട്ടില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് അവർ കണ്ടുപിടിച്ചോളും. ഇപ്പോൾ ഇനി താങ്കളുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി, നിലവിലെ അന്വേഷണത്തിൽ തൃപ്തികരം എന്നുള്ള തരത്തിൽ തന്നെയാണോ ആവർത്തിക്കുന്നത്? തീർച്ചയായും ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാനെന്തിനാ ഇത്രയും നാൾ കിടന്നിട്ട് മുറവിൽ കൂട്ടിയിട്ട് ഓരോരുത്തർ ഓടിയ ഇങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് എത്തിക്കാനായിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യം തോന്നാം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇപ്പോഴും വിശ്വാസമുണ്ട്. അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പോലീസ് അന്വേഷണത്തിനേക്കാളും തൃപ്തികരമാണ്. വളരെ തൃപ്തി. പോലീസ് അന്വേഷണം നശിപ്പിച്ച് കളഞ്ഞില്ലേ അവർ, നശിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്നിട്ട് കഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ. പോലീസിൻ്റെ കുറ്റമല്ല, ഞാൻ പോലീസിൻ്റെ കുറ്റം പറയണമല്ല. സർക്കാർ എന്നായിട്ട് ഓടിച്ച് അവിടെ അവസാനം കേസിനെ തന്നെ നാമാവശേഷമായി കളഞ്ഞില്ലേ. അതുകൊണ്ട് അവർ അത്ര സമ്മർദ്ദം ചെലുത്തി. അല്ല, പോലീസിൻ്റെ കുറ്റം കൊണ്ടല്ല ഞാൻ ഇത് ഇനിയും പറയുന്നില്ല പോലീസിൻ്റെ കുറ്റമാണെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ CBIയിലോട്ട് പോയത്. ഇപ്പോൾ CBI അന്വേഷണം വന്ന് എനിക്ക് വളരെ തൃപ്തി തോന്നുന്നു. കാര്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ സർക്കാരിൻ്റെ കയ്യിലുള്ള സമ്മർദ്ദമാണ്. തീർച്ചയായും സർക്കാരിൻ്റെ കയ്യിൽ സമ്മർദ്ദം ഇല്ലാന്ന്. സർക്കാർ എന്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി? അത് ചെലുത്തേണ്ടി വന്നു, അതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തി. അല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ നിർത്തിവെച്ചെന്നുള്ള കാര്യമില്ല. അത് പോലീസ് സമ്മർദ്ദം ചെലുത്തി മതിയാക്കി വെച്ചു.